മത്സരിക്കാനുള്ള സാധ്യത തള്ളേണ്ടെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. ബിജേഷ് ഉദ്ധവ് വിവരങ്ങളുമായി. ബിജേഷ്, തന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്നൊരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണോ പി ജെ ജോസഫ്? തീർച്ചയായിട്ടും കെ പി സി സിയുടെ ഭാഗത്തു നിന്നടക്കം പല സമ്മർദ്ദങ്ങളും പല ഭാഗത്തു നിന്നും കേരള കോൺഗ്രസിന് വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ 2 സീറ്റ് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. അത് നാളത്തെ ചർച്ചയിൽ ആവശ്യപ്പെടും. ഇത് വളരെ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗത്തിൽ പോലും തങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഒരിക്കൽ പോലും തങ്ങൾ അത് ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ ചർച്ചയിൽ അതിലൊരു തീരുമാനമുണ്ടാക്കും. നാളെ എന്തായാലും ഈ കാര്യം ആവശ്യപ്പെടും എന്ന് തന്നെയാണ് പി ജെ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയത്തിന് പുറമെ ഒന്നുകിൽ ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി മണ്ഡലം, പഴയ മുകുന്ദപുരം മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ചാലക്കുടി, ഈ 2 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തങ്ങൾക്ക് വേണം എന്നാണ് പി ജെ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ആവശ്യം നേരത്തെയും മുന്നണിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നാളെയാണ് സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ വിവരം ചർച്ചയിൽ ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കേരള കോൺഗ്രസ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പി ജെ ജോസഫ് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ബിജേഷ്, ഇക്കാര്യത്തിൽ പി ജെ ജോസഫിന് പിന്തുണയുമായി ഈ പാർട്ടിയിൽ നിന്ന് മറ്റാരൊക്കെ ഉണ്ട് എന്നതിലൊക്കെ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? കെ എം മാണിയുടെ ഭാഗത്ത് നിൽക്കുന്ന ചിലർ, ജോസ് കെ മാണി ഇപ്പോൾ പാർട്ടിയുടെ മുഴുവൻ നേതൃത്വവും കൈയാളുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിലൊക്കെ അസംതൃപ്തരാണല്ലോ. അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ പിന്തുണ പി ജെ ജോസഫിനുണ്ട് ഈ ഘട്ടത്തിൽ എന്നാണോ കരുതേണ്ടത്? അനുജ, ഇതിന്റെ രാഷ്ട്രീയ വശം നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോൾ മാണി വിഭാഗം, ജോസഫ് വിഭാഗം എന്നീ 2 തട്ടിലേക്ക് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോകുന്നുണ്ട്. അതിന് പ്രധാന കാരണം പല യോഗങ്ങളിലും ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമായി പങ്കെടുത്ത യോഗത്തിൽ പോലും കെ എം മാണി ആദ്യം ഈ 2 സീറ്റിന്റെ ആവശ്യം ഉന്നയിക്കാൻ ഏറെ മടിച്ചു നിന്നിരുന്നു. ഈ സമയത്ത് പി ജെ ജോസഫാണ് ഇത് ഉന്നയിച്ചത്. പല യോഗങ്ങളിലും 2 സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് പി ജെ ജോസഫും പി ജെ ജോസഫിനോടൊപ്പം നിൽക്കുന്നവരും മാത്രമാണ്. അത് സമ്മർദ്ദം ശക്തമാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് മാണി 2 സീറ്റ് വേണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും കോട്ടയം മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അത് ജോസഫ് വിഭാഗത്തിന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ജോസഫ് വിഭാഗം ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി മണ്ഡലം വേണം എന്ന് പറയുന്നത്. മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യം, ജോസഫ് വിഭാഗത്തിനാണ് ഒരു സീറ്റ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതിൽ പി ജെ ജോസഫ് തന്നെ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട എന്നും അദ്ദേഹം പറയുന്നു. പണ്ട് 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു തവണ മത്സരിച്ചതാണ്. പക്ഷെ അന്ന് രാജീവ് ഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു സാഹചര്യത്തിൽ അന്ന് വിജയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇനി മത്സരിച്ചുകൂടാ എന്നില്ല. താൻ മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയണ്ട എന്നാണ് പി ജെ ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നാളത്തെ യോഗത്തിൽ 2 സീറ്റ് എന്ന ആവശ്യം അവർ ശക്തമായി തന്നെ ഉന്നയിക്കും എന്നും മനസ്സിലാക്കുന്നു. ലീഗിന് അംഗബലം കൂടുതലുണ്ടെങ്കിൽ അവർക്ക് സീറ്റ് കൂടുതൽ നൽകണം എന്നില്ല. പക്ഷേ കേരള കോൺഗ്രസിന് 2 സീറ്റ് അവകാശപ്പെട്ടതാണ്. 1984 3 സീറ്റ് ഉണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പിന്നീട് കേരള കോൺഗ്രസ് പലതായി വിഭജിച്ച ഘട്ടത്തിലാണ് ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത്. പിന്നീട് പി ജെ ജോസഫിന്റെ വിഭാഗവും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ലയനം നടന്നു. ആ ലയനത്തിന്റെ ഗുണം ഈ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 2 സീറ്റ് ആവശ്യപ്പെടുന്നത് എന്നാണ് പി ജെ ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബിജേഷ്, ഇവിടെ ഇപ്പോൾ കോട്ടയം സീറ്റ് പി ജെ ജോസഫിന് മത്സരിക്കാൻ വിട്ടുകിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മത്സരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണോ അറിയാൻ കഴിയുന്നത്? അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊരു രണ്ടാമതൊരു സീറ്റ് ആവശ്യം എന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നത് ഏറെക്കുറെ സുവ്യക്തവുമാണ്. അങ്ങനെയെങ്കിൽ ഇനി എന്തായിരിക്കാം ഈ പാർട്ടിയിൽ നടക്കാൻ പോവുക? ഒരു പിളർപ്പിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അനുജ, പിളർപ്പ് വളരെ പെട്ടെന്നുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ലോക്സഭാ ഇലക്ഷന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പി ജെ ജോസഫ് LDF-ലേക്ക് വന്നാൽ തന്നെയും LDF സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് പാർട്ടി പിളർന്ന് മുന്നണി വിടുക എന്നൊരു സാധ്യത അത് അതിപ്രസക്തമായൊരു കാര്യമല്ല. കാരണം പി ജെ ജോസഫിന് എന്തായാലും ഒരു സീറ്റ് വേണം. അത് അദ്ദേഹത്തിന് തന്നെ മത്സരിക്കാൻ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് നിലവിലെ സാഹചര്യത്തിൽ രാജ്യസഭയിൽ സീറ്റുണ്ട്. ഒരു സീറ്റ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി മത്സരിച്ച് വിജയിച്ച കോട്ടയം ഉണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയെ അവിടെ മത്സരിപ്പിക്കാം എന്നൊരു ഏകദേശ ധാരണ മാണി വിഭാഗം എത്തിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും പി ജെ ജോസഫ് വിഭാഗം തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിഷ ജോസ് കെ മാണിയുടെ പേര് പോലും പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിട്ടില്ല. അത് തികച്ചും ഒരു മാധ്യമ സൃഷ്ടി അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ പലരും പരത്തുന്നു എന്ന് മാത്രമാണ് പി ജെ ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിശകലനങ്ങളുമായി എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട്. വിജയകുമാർ,
2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരിക്കൽ കൂടി പി ജെ ജോസഫ് ആവർത്തിച്ചിരിക്കുകയാണ്. കൃത്യമായ പിന്തുണ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് അകത്ത് തന്നെ കിട്ടുന്നുണ്ട് എന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അനുജ, പി ജെ ജോസഫിന് കേരള കോൺഗ്രസിനകത്തു തന്നെ പിന്തുണയുണ്ട്. തന്നെയുമല്ല, കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പി ജെ ജോസഫിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞു. അത് ഈ നിലയിൽ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ്. ഒന്ന്, കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ സീറ്റ് നൽകില്ല. പി ജെ ജോസഫ് മത്സരിക്കാൻ തയ്യാറായാൽ ഇടുക്കി സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കും. പകരം കോട്ടയം സീറ്റ് കോൺഗ്രസ് എടുക്കും. പി ജെ ജോസഫ് ഇടുക്കിയിൽ മത്സരിച്ചാൽ അവിടെ ജയസാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പി ജെ ജോസഫ് ഇടുക്കിയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കട്ടെ, കോട്ടയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കാം. അതായത് പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ മത്സരിക്കുന്ന ആന്റണിയെ കോട്ടയത്തേക്ക് കൊണ്ടുവരാം. പകരം പത്തനംതിട്ടയിൽ പി സി വിഷ്ണുനാഥിനെ മത്സരിപ്പിക്കാം. ഇതാണ് കോൺഗ്രസിന്റെ ഒരു പ്ലാൻ. ഇതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിലെ ചില നേതാക്കൾ, കോൺഗ്രസിലെ കെ എം മാണി വിരുദ്ധർ പി ജെ ജോസഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ തീരുമാനം അല്ലെങ്കിൽ ഈ നിലപാട് പി ജെ ജോസഫിന് വ്യക്തമായ സാഹചര്യത്തിലാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് മത്സരിക്കാനുള്ള സന്നദ്ധത ഒരിക്കൽ കൂടി അറിയിച്ചത്. 2 സീറ്റ് പി ജെ ജോസഫ് ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനോടല്ല, അത് കെ എം മാണിക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. പി ജെ ജോസഫ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, ഇനിയിപ്പോൾ UDF ഒരു സീറ്റേ തരുന്നുള്ളൂ എങ്കിലും അതിൽ താൻ മത്സരിക്കും എന്നാണ് പി ജെ ജോസഫ് പറയുന്നത്. അതിന് ജോസഫിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്ന്, പാർട്ടിക്ക് ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്തപ്പോൾ അവിടെ ജോസ് കെ മാണി മത്സരിച്ചു. ഇപ്പോഴിതാ ഒരു ലോക്സഭാ സീറ്റ് പാർട്ടിക്ക് കിട്ടുമ്പോൾ അവിടെ കെ എം മാണിയുടെ നോമിനി മത്സരിക്കുന്നു. ഇതെന്ത് ന്യായം എന്നാണ് പി ജെ ജോസഫ് ചോദിക്കുന്നത് കെ എം മാണിയോട്. ഇതിന് ധാർമ്മികമായ പിന്തുണ കേരള കോൺഗ്രസിൽ ലഭിക്കുന്നുമുണ്ട്. ജോസഫിന് ഒപ്പം മോൻസുണ്ട്, അല്ലെങ്കിൽ കെ എം മാണിയോടൊപ്പം ഉണ്ടായിരുന്ന ചില നേതാക്കൾ, എന്തിനും CF തോമസ് അടക്കമുള്ള നേതാക്കന്മാരുടെ ഫ്രാൻസിസ് ജോർജ് ടെലിഫോൺ ലൈൻ. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇവിടെ 2 സീറ്റ് വേണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും പി ജെ ജോസഫ് ഇന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ കെ എം മാണിയുടെ പ്രസ്താവന എന്തായിരുന്നു എന്ന് താങ്കൾക്കറിയാം. പക്ഷേ പി ജെ ജോസഫ് ഒരിക്കൽ നിന്നും അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇന്നൊരിക്കൽ കൂടി അദ്ദേഹം അത് ആവർത്തിച്ചിരിക്കുന്നു. ഇത് പി ജെ ജോസഫ് കേരള കോൺഗ്രസ് നൽകുന്ന മുന്നറിയിപ്പാണോ? എന്താണ് താങ്കൾ അതേക്കുറിച്ച് കരുതുന്നത്? അല്ല, അദ്ദേഹം ഇങ്ങനെ 2 സീറ്റ് വേണമെന്നുള്ള ആവശ്യം നാളെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ ഒരു ആവശ്യത്തിൽ നിന്ന് പി ജെ ജോസഫ് സാറ് പിന്നോട്ട് പോകില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അപ്പൊ അതേക്കുറിച്ച് ഇപ്പം ഞങ്ങളിപ്പോ ആ പാർട്ടിയിലെ ഒരു ആഭ്യന്തര കാര്യമോ അല്ലെങ്കിൽ ആ മുന്നണിയിൽപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അഭിപ്രായങ്ങൾ പറയേണ്ടതായിട്ടില്ല. അദ്ദേഹം പറയുന്ന വാദഗതികളെല്ലാം ശരിയാണ്. നേരത്തെ 2 സീറ്റ് 3 സീറ്റ് വരെ യൂത്തിൽ കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് 2 നിന്നപ്പോൾ പോലും 3 സീറ്റിൽ മത്സരിച്ച ചരിത്രമുണ്ട്. ഇപ്പോൾ വീണ്ടും ജോസഫ് മാണി വിഭാഗങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവർക്ക് 2 സീറ്റ് ലഭിക്കണം എന്ന് പറയുന്നതിൽ തെറ്റൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ ആ പാർട്ടിയിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾ അതിന്റെ ഭാഗമായിരുന്നവരാണല്ലോ. എന്താണെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആ പാർട്ടിയിലെ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയിലെ ആഭ്യന്തര സാഹചര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ആ പാർട്ടി വിട്ട് പോന്ന ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞുവോ അതെല്ലാം 100% ശരിയാണ് എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇന്നിപ്പോ എന്താണെങ്കിലും ജോസഫ് സാർ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് മായി അദ്ദേഹം മുന്നോട്ട് പോകട്ടെ. അത് മാത്രമേ എനിക്ക് അതേക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ആ നിലപാടുമായി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പര്യവസാനം എന്നാണ് താങ്കൾ കരുതുന്നത്? ഒരു സീറ്റ് 2 സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ ഉണ്ടോ? കെ എം മാണി ഉറച്ച ഒരു നിലപാടിലാണ്. കോട്ടയം എന്തായാലും വിട്ടുകൊടുക്കില്ല, പിന്നെ മറ്റൊരു സീറ്റിന്റെ ആവശ്യമില്ല എന്ന തരത്തിലേക്ക് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നു. പക്ഷെ ഇവിടെ എന്താണ് ഇനി ഉണ്ടാകാൻ പോവുക? നേരത്തെ താങ്കളുടെ പാർട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പി ജെ ജോസഫ് അവിടെ നിന്ന് വിട്ടുവരികയാണെങ്കിൽ സ്വീകരിക്കാനൊക്കെ ഒരുക്കമാണ് എന്നൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇനി ഇത് സ്ഥിതിഗതികൾ പോകുമെന്നൊക്കെ കരുതുന്നുണ്ടോ? അല്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോ അതൊക്കെ തീരുമാനിക്കേണ്ടത് ജോസഫ് സാറാണ്. 2 സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയാണ്. മാണി സാറിന്റെ ഒരു റോള് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹമാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മറ്റു വല്ലവരെങ്കിലും ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതേക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ജോസഫ് സാറ് ഈ കാര്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റ് ആഭ്യന്തര പാർട്ടിക്കകത്തെ വിഷയങ്ങളുടെ പേരിലോ ഒക്കെ നിലപാടെടുത്താൽ ആ നിലപാട് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുന്നണി വിട്ട് ഒരു നിലപാടെടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും അദ്ദേഹവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്.
പക്ഷേ അത്തരത്തിലേക്കൊക്കെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയമൊക്കെ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ടോ ശ്രീ ഫ്രാൻസിസ് ജോർജ്? ഇല്ല ഒരാശയവിനിമയം അങ്ങനൊരു അഭിപ്രായ പ്രകടനം പോലും ഇതുവരെ നടത്തിയിട്ടില്ല. താങ്കൾ അദ്ദേഹവുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ്. ഈ ഒരു ആശയക്കുഴപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ പാർട്ടിയിൽ ഉണ്ട്. അതിനുശേഷം താങ്കൾ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല ഞങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. പലപ്പോഴും കാണാറുണ്ട്. സ്വാഭാവികമായും തൊടുപുഴ കേന്ദ്രീകരിച്ചുള്ള ഏത് പരിപാടി വന്നാലും മിക്കവാറും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട്. പക്ഷെ രാഷ്ട്രീയമൊന്നും പറയാറില്ല. സാധാരണഗതിയിലുള്ള സ്നേഹപ്രകടനങ്ങൾ, കുശല പ്രശ്നങ്ങൾ സംസാരിക്കുക എന്നുള്ളതിനപ്പുറം അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. ഞാനും ഒന്നും ചെയ്യാറില്ല. അദ്ദേഹത്തോടെ ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനമുണ്ട്. ആ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ ആ പാർട്ടിക്കകത്ത് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വളരെ മുൻപും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇത്രയൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്തുകൊണ്ടോ അദ്ദേഹം അന്ന് ഇത്രയും ശക്തമായിട്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ആ നിലപാടിനോട് ശ്രീ കെ എം മാണിയും കൂട്ടരും എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതുമാണ് കാണേണ്ടതായിട്ടുള്ളത്. അപ്പൊ അത് വരട്ടെ. എനിക്കതേക്കുറിച്ച് മുൻകൂട്ടി ഒന്നും പറയാൻ കഴിയില്ല. അവിടുത്തെ കാര്യമാണ്, ഞങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. പക്ഷെ ജോസഫ് സാറ് ഒരു നിർണായകമായ ഒരു തീരുമാനമെടുക്കുകയും സഹകരിച്ചു പോകാനുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്താൽ ഞങ്ങൾ സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വളരെ നന്ദി ശ്രീ ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചതിന്. താൻ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട എന്നാണ് പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞത്. 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഒരിക്കൽ കൂടി അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് അത് പാർട്ടിയുടെ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ആരെല്ലാം നിന്നാൽ ജയിക്കും, ആരെല്ലാം നിൽക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം മുമ്പ് MLA-മാർ നിന്നിട്ടുണ്ട്, MLA-മാർ നിൽക്കാത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് പറഞ്ഞതിൻ്റെ കാരണം ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന ഒരു നോംസിൻ്റെ ഭാഗമാണ്. അത് AICC ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും MLA-മാരോ MP രാജ്യസഭാ മെമ്പർമാരോ MLC-മാരോ മത്സരിക്കേണ്ട എന്നുള്ളതാണ് പൊതു നിയമം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളെ മത്സരിക്കണം എന്ന് പാർട്ടി താല്പര്യമാണെങ്കിൽ അതിന് പ്രത്യേക അനുവാദമാണ്. ഞങ്ങളൊന്നും കാണുന്നില്ല. അതിലിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പം സാമുദായിക നേതാക്കന്മാരുടെ വീടുകളിൽ പോകുക എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം പോയതാണ്. പബ്ലിക് മീറ്റിംഗ് മാത്രമേ അവർ എതിർത്ത് പറയുള്ളൂ. അവരുടെയൊക്കെ വീടുകളിൽ പോകുന്നതിന് ഒരു മടിയില്ല അദ്ദേഹത്തിന്. അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയിട്ട്. ബൽറാം തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം ഇല്ല. അതല്ല ഇവിടെ അംഗീകരിക്കുന്നതിന്റെ പ്രശ്നമല്ലല്ലോ. അത് ചെറുപ്പക്കാരുടെ വികാരമാണ്. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേതാവ് രമേശ് ചെന്നിത്തലയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് പി ജെ ജോസഫ് ഇന്നൊരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നത്. S വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട്. വിജയകുമാർ, മുൻപ് PK കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. 2 കൂട്ടർക്കും സമ്മതനായൊരു സ്ഥാനാർത്ഥിയെ കോട്ടയത്ത് മത്സരിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്തുവെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ വന്നത്. പക്ഷേ പി ജെ ജോസഫ് അതിനൊന്നും വഴങ്ങാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇനിയൊരു പക്ഷേ എന്തായിരിക്കാം ഇതിൽ പി ജെ ജോസഫ് മുന്നിൽ കാണുന്നത്? അനുജ, ഇത് കേവലം സീറ്റ് പ്രശ്നമല്ല കേരള കോൺഗ്രസിലേത്. കാലങ്ങളായി അല്ലെങ്കിൽ കുറേ നാളുകളായി കേരള കോൺഗ്രസിൽ ഇത് നീറി നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അത് കെ എം മാണിയുടെ നേതൃത്വത്തിന് അപ്പുറത്തേക്ക് ജോസ് കെ മാണി കേരള കോൺഗ്രസിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ശക്തിയായി മാറി. ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ ചില അനുയായികളുമായി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു. പി ജെ ജോസഫ് അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കാര്യങ്ങൾ അറിയിക്കുന്നില്ല. അല്ലെങ്കിൽ ജോസഫിനോടൊപ്പം കേരള കോൺഗ്രസിലേക്ക് വന്ന നേതാക്കന്മാരെ അവഗണിക്കുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അതിൻ്റെയൊക്കെ അവസാനമാണ് ഈ സീറ്റ് പ്രശ്നത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അത് മുൻനിർത്തി പി ജെ ജോസഫ് പാർട്ടിയിൽ ഉയർത്തിയിരിക്കുന്ന കലഹം അല്ലെങ്കിൽ കലാപം അത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ
തയ്യാറല്ല എന്ന് പറയുന്ന കേരള കോൺഗ്രസിലെ മുഴുവൻ നേതാക്കൾക്കും ബാധകമാണ്. അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹാശിസുകളോടെയാണ് പി ജെ ജോസഫ് ഈ കലാപത്തിന് നേതൃത്വം നൽകുന്നത്. നേരത്തെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതുപോലെ പി ജെ ജോസഫ് LDF-ലേക്ക് പോകുന്ന നിലയിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല. അത് കോൺഗ്രസിനും നന്നായി അറിയാം. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇതാണ്. പഴയ ജോസഫ് ഗ്രൂപ്പ് പുനർജീവിപ്പിച്ച് UDF-ലെ ഒരു പ്രധാന ഘടകകക്ഷിയായി തുടരും. അതിനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത. പി ജെ ജോസഫ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായി അവർ നമ്മളോട് പറയുന്നത്, വേണമെങ്കിൽ KM മാണിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കോട്ടയത്ത് ഒരു വിമതനായി ഒരു സൗഹൃദ മത്സരത്തിന് പോലും പി ജെ ജോസഫ് തയ്യാറായേക്കും. കാരണം അത്രത്തോളം കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന സന്ദേശം KM മാണിയെയും ജോസ് കെ മാണിയെയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളോടും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടിൽ KM മാണിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ജോസഫിനെ ഈ നിലയിൽ കാര്യങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജോസഫിന് ധൈര്യം പകരുന്നത് കോൺഗ്രസിലെ ചില നേതാക്കളാണെന്ന് KM മാണി ആരോപിക്കുന്നു, അല്ലെങ്കിൽ KM മാണി സംശയിക്കുന്നു. അവരുടെ സംശയത്തിന് വേണമെങ്കിൽ അടിസ്ഥാനവുമുണ്ട്. കാരണം പി ജെ ജോസഫിനെ കോൺഗ്രസ് സഹായിക്കുന്നുണ്ട്. പാർട്ടിക്കകത്ത് കേരള കോൺഗ്രസിൽ പി ജെ ജോസഫ് ഒരു കലാപത്തിന് കൊടി പിടിക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ അതിനെ ധാർമ്മികമായി സഹായിക്കാമെന്ന് കോൺഗ്രസിലെ മാണി വിരുദ്ധരായ നേതാക്കന്മാർ പലരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ I ഗ്രൂപ്പിലെ ചില നേതാക്കളുടെ പങ്ക് KM മാണി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിൽ കാര്യങ്ങൾ. പക്ഷേ വിജയകുമാർ, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ മാത്രം പിന്തുണയാണോ പി ജെ ജോസഫിനുള്ളത്? കാരണം ജോസ് കെ മാണി ഈ പാർട്ടിയെ തന്റെ പരിധിയിലാക്കാൻ ശ്രമിക്കുന്നതിന് മാണി വിഭാഗത്തിൽ തന്നെയുള്ള പല നേതാക്കളും അസംതൃപ്തരാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. ഇത്തരക്കാരുടെയൊക്കെ പിന്തുണ പി ജെ ജോസഫിനുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് കരുതാൻ കഴിയുമോ? തീർച്ചയായും അനുജ, തിരുവനന്തപുരത്ത് പി ജെ ജോസഫ് നടത്തിയ ഗാന്ധി സമാധി ദിവസം അല്ലെ ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ നടത്തിയ ഒരു പ്രാർത്ഥനയിൽ പി ജെ ജോസഫിനൊപ്പം പങ്കെടുത്ത കേരള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അന്ന് കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാവായ CF തോമസ് അവിടെ എത്തുകയും ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. N ജയരാജ്, കാഞ്ഞിരപ്പള്ളിയിലെ MLA, സീനിയർ MLA ആണ് ജയരാജ്, ഈ പ്രാർത്ഥനാ സംഗമത്തിലെത്തിയിരുന്നു. അങ്ങനെ അന്ന് PC ജോർജ് ആ സമ്മേളനത്തിലെത്തിയിരുന്നു. അങ്ങനെ കേരള കോൺഗ്രസിലെ മാണി വിരുദ്ധരായ ഒട്ടുമിക്ക നേതാക്കളെയും പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ ആ വേദിയിൽ കൊണ്ടുവരാൻ പി ജെ ജോസഫിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി ജോസഫ് ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പായി UDF-ൽ നിന്നാൽ തന്നെയും അത് പഴയ ജോസഫ് ഗ്രൂപ്പ് ആയിരിക്കില്ല. അതിൽ കേരള കോൺഗ്രസ് എമ്മിലെ ചില നേതാക്കന്മാരുണ്ടാവും, ചില MLA മാരുണ്ടാവും എന്നൊക്കെ സൂചനകളുണ്ട്. KM മാണിക്ക് അത്തരമൊരു ആശങ്കയുമുണ്ട്. പി ജെ ജോസഫ് പാർട്ടി വിട്ടു പോയാൽ പോകട്ടെ എന്ന് ജോസ് കെ മാണി പറയുമ്പോഴും അങ്ങനെ ജോസഫ് തന്നെയായിരിക്കില്ല പോവുക. മാണിയോടൊപ്പമുള്ള ഒരു വിഭാഗത്തെയും കൊണ്ടായിരിക്കാം ജോസഫ് മുന്നണി അല്ലെങ്കിൽ പാർട്ടി വിടുക എന്ന ആശങ്ക KM മാണിക്കുമുണ്ട്. അതുകൊണ്ട് പുറമേക്ക് ശാന്തമെന്ന് തോന്നുമെങ്കിലും കേരള കോൺഗ്രസിൽ കാര്യങ്ങൾ സങ്കീർണമാണ്. കേരള കോൺഗ്രസ് ഒരു പിളർപ്പിന്റെ വക്കിൽ നിൽക്കുകയാണ്. ഇനി പി ജെ ജോസഫിന്റെ തീരുമാനം അത് ഔദ്യോഗികമായി എപ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കും എന്നത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ഒരു ചോദ്യം. കാര്യങ്ങൾ ആ നിലയിൽ എത്തിക്കഴിഞ്ഞു. നേതാക്കന്മാർ രണ്ട് ചേരികളായി തിരിഞ്ഞിട്ടുണ്ട്. പരസ്യമായി ആരും KM മാണിയെ വിമർശിച്ച് രംഗത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ. പാർട്ടിക്കകത്ത് ചർച്ചയായിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ നേതൃത്വം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം സീറ്റ് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. മാണിക്കപ്പുറത്ത് ഒരു നേതാവായി ജോസ് കെ മാണി പാർട്ടിയിൽ വരുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. വിജയകുമാർ, ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത, താൻ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്നും പി ജെ ജോസഫ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ഈ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയായി പഴയ പി ജെ ജോസഫിന്റെ ആ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് UDF-ൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ആ മത്സരിക്കാനുള്ള മോഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉള്ളത് കൊണ്ട് അതിനൊക്കെയുള്ള സാധ്യത എങ്ങനെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടാനൊക്കെയുള്ള സാധ്യത എങ്ങനെയാണ്? പി ജെ ജോസഫ് കേരള കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി പഴയ ജോസഫ് ഗ്രൂപ്പ് പുനർജീവിപ്പിച്ച് UDF-ലെ ഒരു ഘടകകക്ഷിയായി മാറുകയാണെങ്കിൽ ജോസഫിനൊരു സീറ്റ് വേണമെന്ന ആവശ്യം UDF-ന് ചർച്ച ചെയ്യേണ്ടി വരും. അദ്ദേഹം ഇടുക്കി സീറ്റായിരിക്കും ചോദിക്കുക. ഇടുക്കിയോ ചാലക്കുടിയോ ചോദിക്കാം. ഇടുക്കി നിലവിൽ A ഗ്രൂപ്പിന്റെ കയ്യിലുള്ള സീറ്റാണ്. ചാലക്കുടിയിൽ ഇത്തവണ ബെന്നി ബെഹനാൻ, UDF കൺവീനർ ബെന്നി ബെഹനാനെ മത്സരിപ്പിക്കണമെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നു. ഈ രണ്ട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അത് ചർച്ച ചെയ്യേണ്ടി വരും UDF-ന്. എന്തായാലും ഇടുക്കിയിൽ നിലവിൽ ഉമ്മൻചാണ്ടിക്ക് ജയസാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പക്ഷേ അദ്ദേഹം മത്സരത്തിന് സന്നദ്ധനല്ല എന്നതാണ് ഇതുവരെയുള്ള സൂചന. ഹൈക്കമാൻഡ് അതിൽ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. അല്ലാത്ത ഒരു പക്ഷം നിലവിൽ ജോയ്സ് ജോർജിന് സ്വാധീനമുള്ള ഇടുക്കിയിൽ പി ജെ ജോസഫ് ശക്തനായ സ്ഥാനാർത്ഥിയാണെന്ന് UDF-ൽ ഒരു പൊതുവിചാരമുണ്ട്.
അത് UDF ഒരു അഭിപ്രായമായി മാറിയിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോസഫ് മത്സരിക്കാൻ തയ്യാറായാൽ കോട്ടയവും ഇടുക്കിയും വെച്ചുമാറാമെന്ന് കോൺഗ്രസ് അറിയിച്ചത് അതിൻ്റെ കൂടി സാഹചര്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇടുക്കി സീറ്റ് ജോസഫിനെ വെച്ച് പിടിച്ചെടുക്കാമെന്ന് UDF കരുതുന്നതുമുണ്ട്. അതുകൊണ്ട് ജോസഫ് അത്തരമൊരു ക്ലെയിം ഉയർത്തി മുന്നോട്ട് വന്നാൽ കോൺഗ്രസിനും UDF-നും അത് തള്ളിക്കളയാൻ കഴിയില്ല. കെ മാണിയുടെ എതിർപ്പാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയാണെങ്കിൽ മാണി ഗ്രൂപ്പിൽ നിന്നും മാറി പഴയ ജോസഫ് ഗ്രൂപ്പ് പുനർജീവിപ്പിച്ച് UDF-ന്റെ ഘടകകക്ഷിയാവുകയും ഇടുക്കി സീറ്റ് PJ ജോസഫ് ആവശ്യപ്പെടുകയും ചെയ്യും. ഇതൊന്നും നടന്നില്ലെങ്കിൽ മാണിയുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കോട്ടയത്ത് മാണിയുടെ നോമിനി മത്സരിക്കുന്ന മണ്ഡലത്തിൽ PJ ജോസഫ് ഒരു സൗഹൃദ മത്സരത്തിന് തയ്യാറാകുമെന്ന് UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജോസഫ് തന്നെ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ ആയി മത്സരിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. ആ നിലയിൽ വഷളാണ് കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിനെതിരെ അത്രത്തോളം വലിയ പ്രതിഷേധം ഒരു വിഭാഗം നേതാക്കൾ കേരള കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അവരുടെ മുഴുവൻ ശബ്ദമാണ് PJ ജോസഫിലൂടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് PJ ജോസഫ് ഇന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. താൻ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്നും PJ ജോസഫ് പറഞ്ഞു. എന്തായാലും വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം.